നിർത്ത. മതി മതി. ഉമ്മർ പതുക്കെ ഇളക്കിയെടുക്കും. സലീം ആസിയ മൻസിൽ. സലീമിന്റെ പാസ്പോർട്ടാണ് സർ. മോനെ സലീമേ, പോകരുത്. നിന്റെ ഉമ്മയാ പറയുന്നത്. വേണ്ട മോനെ, ഉമ്മ പറയുന്നത് നീ കേൾക്ക്. അന്നെ അങ്ങനെ പോകാൻ ഞാൻ സമ്മതിക്കൂല. ഉമ്മ, ഞാൻ പിണങ്ങി പോകുന്നല്ല. ബാപ്പ ഇറങ്ങാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവിടെ എന്നാ ശരിയാവില്ല. മോനെ, നിങ്ങളെന്ന് പറയും. എവിടെ പോയാലും ഉമ്മാൻ എന്നെ കാണാടിക്ക് വരും. ഇപ്പൊ പോയേ പറ്റൂ. എന്താ മിണ്ടാണ്ട് നിക്കണത്? നിങ്ങൾ പറഞ്ഞോ കേൾക്കും. എന്റെ മോനെ ഇറക്കി വിടരുത്. ആസിയ, നീ അവനെ തടയണ്ട. ബാപ്പയെ അനുസരിച്ചില്ലെങ്കിൽ ഓൻ പോയിക്കോട്ടെ. മോനെ സലീമേ, അന്ന് നീ ഇറങ്ങി പോകുമ്പോ ഞാൻ നിന്നെ തടഞ്ഞിരുന്നെങ്കിൽ എന്റെ റബ്ബേ, നിന്നെ എനിക്ക് ഇങ്ങനെ കാണേണ്ടി വരുമായിരുന്നു. ഷാനി മോളോട് ഇവന്റെ ഉമ്മയോടും ഞാനിനി എന്താണ് പറയാ? എന്റെ റബ്ബേ, എന്റെ മോനെ നിന്നെ ഇങ്ങനെ കാണാനാണ് ആ ബാപ്പ വളർത്തിയത്. പഠിച്ചോലെ, അതെല്ലാം ശരിയാക്കിട്ടാ വന്ന്. സാർ ആ സ്കെലറ്റൻ വിട്ടുകൊടുത്തു. എന്തിനാണ് സാർ ഇത്ര ധൃതി കാണിച്ചത്? അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നല്ലോ. എന്തിന്? അതിന്റെ അവകാശികൾ വന്ന് ചോദിച്ചാൽ കൊടുക്കണ്ടേ? ആ പയ്യന്റെ ഷർട്ട് കിട്ടി, പാസ്പോർട്ട് കിട്ടി, ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ഇതിൽ കൂടി തെളിവെന്തോ വേണ്ടേ? അതിനേക്കാൾ വലിയ തെളിവ് ആ സ്കെൽറ്റൻ സലീമിന്റേതല്ല എന്നുള്ളതിനുണ്ട് സർ. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് വർമ്മ? ഐ എം ടോക്കിംഗ് സെൻസ് സർ. ഡോക്ടർ പ്ലീസ്. ആ സ്കെൽറ്റൻ പരിശോധിച്ചപ്പോ 6 അടി 2 ഇഞ്ചിൽ കൂടുതൽ ഉയരമുള്ള ആളിന്റേതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. സലീമിന്റെ ഉയരം 5.25 അടിയാ. ആര് പറഞ്ഞു? വിശദമായിട്ട് അന്വേഷിച്ചിട്ടാണ് സാർ പറയുന്നത്. ഒരു ഹിമാലയൻ ബ്ലണ്ടർ ആണ് സാർ ചെയ്തിരിക്കുന്നത്. അവരത് പള്ളിത്തൊടി കൊണ്ടേ അടക്കും, നമ്മളത് മാന്തി എടുക്കും. അങ്ങനെ മാന്തി എടുത്താൽ കമ്മ്യൂണൽ റൈറ്റ് നടക്കും ഇവിടെ. അവരത് അടക്കം ചെയ്യുന്നതിന് മുമ്പ് തടയുന്നതാണ് നല്ലത്. സാർ എന്ത് പറയുന്നു? അതാണ് ശരിയെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു വലിയ തെറ്റുപറ്റി. പാറയപ്പറമ്പിൽ നിന്ന് കിട്ടിയ സ്കെൽറ്റൻ സലീമിന്റേതല്ല. എന്ത് തോന്നിയാ പറയണേ? അല്ലെങ്കിൽ ആളമക്കാരൊക്കെ പള്ളിത്തൊടിയിൽ കുഴികുത്തി കുടുംബക്കാരും ബന്ധുക്കളെ കാത്തു നിൽക്കുക. റഫീഖെ, അവര് പറയട്ടെ. ഒന്നും പറയണ്ട. മയ്യത്തുമ്പോ തൊട്ട വിവരം അറിയും. മയ്യത്തടക്കാൻ സമ്മതിക്കൂലെന്ന്. അത് പള്ളി പോയി പറഞ്ഞാൽ മതി. പോലീസ് എന്ത് തോന്നിയ ദിവസം കാണിക്കാനോ? അങ്ങനെ വിട്ടുകൊടുക്കരുത്. ഞങ്ങൾ തടയുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ കബറടക്കിക്കൊള്ളി. പക്ഷേ അത് സലീമിന്റേതാവണമെന്നില്ല. ആരുടേതാണെന്ന് അറിയണമെങ്കിൽ ഫോറൻസിക് ലാബിൽ എത്തിക്കണം. നിങ്ങൾ കുഴിച്ചിട്ടാൽ ഞങ്ങളത് മാന്തി എടുക്കും. ആ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നേരിട്ട പോലീസ് അങ്ങനെ പലതും പറയും. നമ്മളത് കണക്കാക്കണ്ട. നിനക്കെന്താണ് ഇത്ര നിർബന്ധം? പോലീസ് സർജന്റെ പരിശോധനയിൽ മരിച്ചയാൾക്ക് 6 അടി 2 ഇഞ്ചിൽ കൂടുതൽ ഉയരമുണ്ട്, 40 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. സാഹിബിന്റെ മോൻ 6 അടി 2 ഇഞ്ചിൽ കൂടുതൽ ഉയരമുണ്ടോ? 40-ൽ കൂടുതൽ പ്രായമുണ്ടോ? ഞങ്ങൾ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും പരിശോധിപ്പിക്കാം. RDO, ADM, ഡിസ്ട്രിക്ട് കളക്ടർ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും. അതല്ല ആരാന്റെ എല്ലും കൂടെ നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്താൽ ഹുസൈൻ സാഹിബെ, നിങ്ങൾ കോടതിയിൽ മറുപടി പറയേണ്ടി വരും.
അങ്ങനെ ഒരു പരിശോധനയും വേണ്ട. അത് പറയാൻ നീ ആരാടാ? വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ രാഷ്ട്രീയ കളിയൊന്നും ഞാൻ നോക്കൂല. ആട്ടിച്ച് കരണം ഞാൻ പോകും. ആരേക്കടങ്ങോട്ട് സാറ് നിക്കടങ്ങോട്ട്. സാർ വേണ്ട, അങ്ങനെ ഒരു സംശയം വെച്ചോണ്ട് ഇതാരാണെന്ന് അറിയാണ്ട് വേണ്ട. ഇത് നമ്മൾ അടക്കണില്ല. നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി. ആ ഹിമാർ ബൽറാമാണ് എല്ലാം ഇടങ്ങാറാക്കിയത്. മയ്യത്ത് കെട്ടിൽ എടുക്കണ നേരത്തല്ല നായിന്റെ മോന്റെ വരവ്. അല്ലെങ്കിൽ നമ്മുടെ രണ്ട് പ്രശ്നം ഒറ്റയടിക്ക് തീർന്നേനെ. ഇനി ഒറ്റ വഴിയുള്ളൂ, ആ എല്ലാം കൂടി പോലീസിന് വിട്ടുകൊടുക്കരുത്, പിടിച്ചെടുക്കണം. പോലീസ് കസ്റ്റഡിയിൽ പിടിച്ചെടുക്കാനോ? ഒരുമാതിരി പുളുത്തുന്ന വർത്താനം പറയരുത്. എടാ, ഇത് നിന്റെ സ്പിരിറ്റ് കിടത്തും കള്ളു കച്ചവടം പോലെ ഒന്നും അല്ല. വെറുതെ നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട. അവര് സ്കെലറ്റൻ കൊണ്ടുപോക്കോട്ടെ. അതുകൊണ്ട് അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും നമുക്ക് കാണാമല്ലോ. ഡെഫിനറ്റ്ലി ഹി വാസ് മോർ ദാൻ 45. ഇയാൾക്ക് നേരത്തെ കൈത്തണ്ടയിലെ എല്ലിന് ക്ഷതം പറ്റി കാണണം. ഇത് സ്റ്റീൽ റോഡ് കൊണ്ട് മുറുക്കിയതാണ്. സി, അപകടത്തിൽ യോജിപ്പിക്കാൻ പറ്റാത്ത വിധം എല്ലു പൊടിഞ്ഞു കാണണം. ആ സ്കെൽറ്റൻ അലക്സിന്റെ ഐ എം ഷുവർ. ഏത് അലക്സ് ആണ് സർ? ആന്റി ടെററിസ്റ്റ് വിംഗിലെ ഡിവൈഎസ്പി അലക്സ്. അന്നൊരു മയക്കുമരുന്ന് കേസിൽ പ്രതിയായി മുങ്ങിയ ചുമ്മാരുടോ, അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊക്കെ കള്ളക്കേസാ. അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതാണ്ട് ഉറപ്പായി. കമാ. മോനെ, എനിക്ക് മോനോടൊരു കാര്യം പറയാനുണ്ട്. ബാലു പറഞ്ഞാലേ ഇവൻ കേക്കൂ. വീട്ടിലുള്ളവരെ മനസമാധാനം കെടുത്താൻ ഇവൻ ആവശ്യമില്ലാതെ ശത്രുക്കൾ ഉണ്ടാക്കുക. അമ്മച്ചി നിർത്ത്, ഇനി ഒന്നും പറയണ്ട. അതല്ല ബാലു, ഇവിടെ പലരും ഭീഷണിപ്പെടുത്തി ഫോൺ ചെയ്യുന്നുണ്ട്. കൊല്ലുന്നും കുടുംബത്തോടെ ചുട്ടുകളയുന്നും ഒക്കെ. പോകുന്നുണ്ടോ രണ്ടുപേരകത്ത്? ഈ ദിവസത്തിന്റെ മൂട് കളയാതെ. അമ്മച്ചി, നമ്മളായിട്ട് ഇവരുടെ മൂട് കളയണ്ട. വാ. അലക്സേ, എന്താ ഇവര് പറയുന്നത്? ഏയ് ഒന്നുമില്ലെന്നേ. ഞാൻ ആന്റി ടെററിസ്റ്റ് വിങ്ങി വന്ന ശേഷം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പലരും വിളിക്കുന്നുണ്ട്. സ്ത്രീകളല്ലേ, പേടിക്കും, അത്രേ ഉള്ളൂ. അതല്ലല്ലോ. സത്യം പറ, താൻ സീരിയസ് ആയിട്ട് വല്ലതും കൈവച്ചോ? നിന്നെപ്പോലെ രാജ്യം നന്നാക്കി അടങ്ങുമെന്ന വാശിയൊന്നും എനിക്കില്ല. പക്ഷേ നാട് മുഴുവൻ കത്തിച്ച് കളയാൻ മാത്രം എക്സ്പ്ലോസീവ് വന്നിറങ്ങിയാൽ കണ്ടിരുന്ന് അടിക്കാനാവൂ? തെളിച്ചു പറയടോ. കൊച്ചിൻ പോർട്ടിൽ യൂസ്ഡ് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് എന്ന പേരിൽ ഒരു കൺസൈൻമെന്റ് വന്നു. അതിൽ ആയുധമാണെന്നറിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും സാധനം പോയി കഴിഞ്ഞു. പിന്നെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കസ്റ്റംസിലെ ഒരു അസിസ്റ്റന്റ് കളക്ടർ രാധാകൃഷ്ണൻ ധൃതി പിടിച്ച് റിലീസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ സാധനം കിട്ടാതെ പോയത്. അവനെ പൊക്കായിരുന്നില്ലേ? കഴിഞ്ഞില്ല. അതിനു മുമ്പേ അവൻ മരിച്ചു. ഒരു റോഡ് ആക്സിഡന്റ്. ആക്സിഡന്റ് ഒന്നും ആയിരിക്കില്ല, വല്ലവനും തട്ടിയതായിരിക്കും. ആക്സിഡന്റ് തന്നെ, ഞാനിത് കൺഫേം ചെയ്തു. ഈ കൺസൈൻമെന്റ് ആരാ അയച്ചത്? ജസ്റ്റ് ഒരു ഊഹമേ ഉള്ളൂ, തെളിവൊന്നും കിട്ടിയിട്ടില്ല. പറഞ്ഞാ നീ അറിയും. താരാദാസ്. ആ റാസ്കലാണെങ്കിൽ തെളിവുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ അവനെ കൈയും കളവോടെ പിടിച്ച് കോടതിയിൽ ഏൽപ്പിച്ചതാ. കോടതി ചെന്നപ്പോ തൊണ്ടി സാധനമായിരുന്ന ഗോൾഡ് ബിസ്ക്കറ്റ് ഡോഗ് ബിസ്ക്കറ്റായി. അതിന്റെ ഒക്കെ പിന്നി പ്രവർത്തിച്ചിരുന്ന ഈ ജോർജാ. നമ്മുടെ കൂട്ടത്തിലുള്ളവന്മാര് തന്നെ എങ്ങനെയാ പിന്നെ എന്ത് ചെയ്യും? ആ ജോർജ ഇപ്പോ താരാദാസിന്റെ റൈറ്റ് ഹാൻഡ്. അവനെ ആദ്യം വെടിവെച്ചുല്ലോ. സാറെന്താ ആലോചിക്കുന്നത്? അല്ല, അലക്സിന്റെ വീട്ടുകാരൻ ഞാനിതിങ്ങനെ അറിയിക്കും. അറിയിക്കാതിരിക്കാനും കഴിയില്ല. അവന്റെ ഭാര്യ അമ്മയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും? ദുഷ്ടന്മാരി എന്റെ മോനെ കൊന്നതാ. പലപ്പോഴും പറഞ്ഞതാ അവര്. നീ അവന് രക്ഷയാവൂന്നല്ലേ കരുതിയത്? എവിടെയാണെങ്കിലും എന്റെ മോനെ തേടി കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് പോയവനല്ലേ നീ? ഇപ്പൊ നീ എന്തിനു പറഞ്ഞു? അവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതി സമാധാനത്തോടുകൂടി ഞങ്ങള് കഴിയില്ലായിരുന്നു. ഇത് പറയാനാണോ നീ വന്നത്?
ആദ്യം അറിയിക്കണ്ടെന്ന് കരുതിയത്. പിന്നെ ഓർത്തപ്പോ അലക്സിന്റെ ശേഷിപ്പ് ഒരു അനാഥപ്രേതം പോലെ കുഴിച്ചുകൂടാൻ എനിക്ക് മനസ്സ് വന്നില്ല.